ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് കുറേ സർവേയുടെ പ്രൂഫ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇവിടെ നോക്കി ഞാൻ കാണാൻ സാധിക്കുന്നതാണ് $1 മുകളിലുള്ള സർവീസിൻ്റെ പ്രൂഫാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുപോലെ $3 സർവേ നേരത്തെ സാമ്പിൾ ഇഷ്യൂസ് വരുമായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാണ്. നേരത്തെ ഒരുപാട് സർവീസ് വരുമായിരുന്നു, ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക $1.65 ഇതുപോലത്തെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ടൈംബക്സിൻ്റെ സൈറ്റിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ടിപ്സ് അതായിരുന്നു. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സർവേ. നിങ്ങൾ ഒരിക്കലും ട്രാപ്പ് ക്വസ്റ്റ്യൻ കാണും, വലിയ ലെന്തായിട്ടുള്ള സർവേക്കകത്ത് ട്രാപ്പ് ക്വസ്റ്റ്യൻ കാണും. അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ കുറയും. അതുപോലെ തന്നെ നിങ്ങൾ സർവേ ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ പെട്ടെന്ന് സർവേ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ കുറയും. അതുപോലെ തന്നെ എവിടെയെങ്കിലും ചില സർവേ നമുക്കറിയാം ടെസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ അതുമായിട്ട് റിലേറ്റഡ്, ആ സർവേ ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ അടിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മുടെ സർവേയുടെ ക്വാളിറ്റി സ്കോർ കുറയും. ക്വാളിറ്റി സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് കിട്ടത്തില്ല, അല്ലെങ്കിൽ വളരെ റേറ്റ് കുറഞ്ഞ സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട്, അതായത് നിങ്ങളുടെ പ്രൊഫൈലിലുള്ളതും നിങ്ങളുടെ സർവേയിലുള്ളതും കറക്റ്റായിട്ട് മാച്ച് ആയിരിക്കണം. നിങ്ങൾ പ്രൊഫൈൽ വേറെ സ്ഥലം കൊടുത്ത് സർവേ വേറെ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ കുറയും. കാരണം നമുക്ക് അവർ പ്രൊഫൈൽ നമ്മളെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി സ്കോർ 100 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്വാളിറ്റി സ്കോർ 100 കിട്ടുന്നതായിരിക്കും. ആ 100 നമ്മൾ മുകളിലേക്കാണ് പോകേണ്ടത്. 106, 112 അങ്ങനെ മുകളിലേക്ക് പോകണം. അല്ലാതെ നമ്മൾ 100 താഴോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് സർവീസിന്റെ എണ്ണം കുറയും. അതായത് ചിലപ്പോൾ സർവീസ് കിട്ടുക പോലും ഇല്ല. ഒരുപാട് ക്വാളിറ്റി സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് കിട്ടുക പോലും ഇല്ല. സർവീസ് കൂടുതൽ കിട്ടണമെങ്കിൽ നല്ല ക്വാളിറ്റി സ്കോർ ഉള്ളവർക്ക് നല്ല റേറ്റ് ഉള്ള സർവീസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സർവീസ് അത്യാവശ്യം $1 അല്ലെങ്കിൽ $2 അടുത്തുള്ള സർവീസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ 20 സെന്റ്, 30 സെന്റ്, 40 സെന്റ് സർവീസ് മാത്രം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ക്വാളിറ്റി സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സർവേയിലും ഏത് സർവേ നിങ്ങൾ ചെയ്താലും നിങ്ങൾ ഒരേ പ്രൊഫൈൽ മാത്രം കൊടുത്ത് ചെയ്യുക. പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ ഉറപ്പായിട്ടും കുറയും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രീമിയം സർവീസ്, റേറ്റ് കൂടിയ സർവേ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ സർവേ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നോക്കി ചെയ്യുക. ട്രാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള അവർ പറയുന്ന, ചിലപ്പം ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യാനായിരിക്കും അവർ പറയുന്നത്, അപ്പോൾ ആ കളർ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സർവേ ടെസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണോ ആ പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ കൂടുന്നതായിരിക്കും. ക്വാളിറ്റി സ്കോർ കൂടുന്നതനുസരിച്ച് കൂടുതൽ സർവീസ് കിട്ടുന്നതായിരിക്കും, കൂടുതൽ ഏർണിങ്സ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ തീർച്ചയായും അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും. ടെലിഗ്രാമിൽ ഒരു ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.